ഹായ് ഹലോ മക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും കുറച്ച് ഡെറിവേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഗോസസ് ലോയും അതിൻ്റെ 3 ആപ്ലിക്കേഷൻസും. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് ഗോസസ് ലോ എന്ന് നോക്കിക്കളയാം അല്ലേ. അപ്പോൾ ആരും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് പഠിക്കട്ടെ കേട്ടോ. അപ്പോൾ മക്കളെ നമുക്ക് നേരെ തിരിച്ചു വരാം. അപ്പോൾ ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഗോസസ് ലോ ആക്ച്വലി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗോസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടാക്കി വെച്ചൊരു ലോ ആണെന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗോസസ് ലോ അല്ലേ. അപ്പോൾ ആ ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കണം. അപ്പോൾ എന്താണ് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ മക്കളെ. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി നെറ്റ് ഇലക്ട്രിക് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്ന് പറഞ്ഞ മക്കളെ ഒന്നുമില്ല. ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പറഞ്ഞത്? അതിനകത്തുള്ള ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇൻറ്റു 1/ε0 ടൈംസ് ആണ്. അതായത് Q/ε0. ഒന്നുമില്ല മക്കളെ, ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്നൊരു അക്ഷരം ഉപയോഗിച്ചിട്ടാണ്. ഫൈ ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 1/ε0 എന്ന് ചെയ്താൽ മതി. അപ്പം ഇതിനെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഫൈ ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് കിട്ടും. ഇതാണ് മക്കളെ നമ്മുടെ എന്തിനുള്ള ഇക്വേഷൻ? യെസ്, നമ്മുടെ ഗോസസ് തിയറത്തിന്റെ, ഗോസസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് ആദ്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത ഡെറിവേഷൻസിലൊക്കെ പോകുന്നത്. അതിന് പുറമെ ഒരൊറ്റ ഇക്വേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇത് മാത്രം പോരാ, ഈ ഒരു ഗോസസ് ലോ വരുന്നതിന് മുമ്പ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഈ ഡോട്ട് പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്കറിയാം നമ്മളിതിനെ ലാർജ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? യെസ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. അപ്പോൾ ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഒന്ന് ഓർത്ത് വെക്കണം. ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും എല്ലാ ഡെറിവേഷനും ഈ 2 ഇക്വേഷൻ നമ്മൾ ആദ്യം എടുത്ത് എഴുതും. ഫസ്റ്റ് 2 സ്റ്റെപ്പ് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാനുള്ള നേരെ എങ്ങോട്ടേക്ക് പോവാം? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെറിവേഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം വേറെ ഒന്നുമല്ല, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തുള്ള ഒരു തിൻ സ്ഫെറിക്കൽ ഷെൽ കേട്ടോ. ഇത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ എന്തുണ്ടാവും? ഇങ്ങനെ കുറച്ച് പോസിറ്റീവ് ചാർജുകളൊക്കെ ഇങ്ങനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല മക്കളെ? ചാർജ് ഒന്നുമില്ല. ഉള്ളിൽ വെറും പൊള്ളയാണ്, പുറത്ത് മാത്രമേ ചാർജ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ട പരിപാടി, നമുക്ക് ഈ ഒരു പോയിന്റ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റിന് ഞാൻ വിളിച്ചു പി. അപ്പോൾ ഈ പോയിന്റ് എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗോസിയൻ സർഫസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഈ റെഡ് കളറിൽ കാണുന്ന സർക്കിൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സർക്കിളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ട കാര്യം, നമ്മൾ എടുത്തിട്ടുള്ള സർഫസിന്റെ റേഡിയസ് ആദ്യം നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ റേഡിയസ്. ഓക്കെ, ഇവനെ ഞാൻ ക്യാപിറ്റൽ ആർ എന്ന് വിളിച്ചു. നമ്മളെ റേഡിയസ്, അതായത് നമ്മുടെ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫെറിക്കൽ ഷെല്ലിന്റെ റേഡിയസിനെ ഞാൻ എന്ത് വിളിച്ചു? ക്യാപിറ്റൽ ആർ എന്ന് വിളിച്ചു. ഇനി ഇവിടെ ഈ ഒരു പോയിന്റ്, ഈ ഒരു സെന്റർ പോയിന്റിന് ഒരു 6 ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ പി ആണ് നമ്മൾ, ആ ഒരു പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഞാൻ എന്ത് വിളിക്കണം? അവനെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ വിളിച്ചു എന്ത് മക്കളെ? ആർ എന്ന് വിളിച്ചു കേട്ടോ. കളർ മാറ്റി എഴുതും. ആർ എന്ന് വിളിച്ചു. അവനെ ഞാൻ സ്മോൾ ആർ എന്ന് വിളിച്ചു, ഇവനെ ഞാൻ ക്യാപിറ്റൽ ആർ എന്ന് വിളിച്ചു. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് പിയിലെ കണ്ടുപിടിക്കണം. അതിനുശേഷം തിരിച്ചു വന്ന് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റ് പിയിലും എനിക്ക് കാണണം. ശേഷം ഇതിനകത്തൊരു പോയിന്റ് എടുത്താൽ ആ പോയിന്റ് പിയിലും എനിക്ക് കാണണം. അങ്ങനെ മൊത്തം 3 പിയുടെ ഇത് നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ പോയിന്റ് പിയിലെ കണ്ടുപിടിച്ചാലോ? സിമ്പിൾ ഡെറിവേഷൻ ആണ്. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ അല്ല, നമ്മൾ രണ്ടാമത് പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ. എന്തായിരുന്നു അത്? യെസ്, ഫൈ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. ഇവിടെ നോക്കുമ്പോൾ തീറ്റ എന്ന് പറയുന്ന സാധനം 0 ഡിഗ്രിയാണ്. എന്താണ് മക്കളെ? തീറ്റ ഇവിടെ എന്തായിട്ട് പോയി? യെസ്, 0 ഡിഗ്രി ആയിട്ട് പോയി. അതുകൊണ്ട് തന്നെ കോസ് തീറ്റ എന്ന് പറയുന്ന സാധനം എന്താണ്? 1 ആണ്. കോസ് തീറ്റ 1 ആയാൽ പിന്നെ ഇവിടെ എന്തേ ഉള്ളൂ? നമുക്ക് ഇവൻ എന്ത് മാത്രം എഴുതിയാൽ മതി? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? രണ്ടാമത്തെ ഗോസസ് ലോയുടെ ഇക്വേഷൻ എന്താ? ഫൈ ഈസ് ഈക്വൽ ടു Q/ε0. ഇനി ഇത് രണ്ടും എഴുതി വെച്ചാൽ അടുത്ത പരിപാടി, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ എനിക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ? എഴുതാലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ നേരെ അത് എഴുതി. അപ്പോൾ എഴുതി വെച്ചു എന്ത്? ഇന്റഗ്രൽ ഇ ഡി എസ് ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് എഴുതി. ഇനി നോക്കുമ്പോൾ എനിക്ക് ഇലക്ട്രിക് ഫീൽഡിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ? ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ? ഇലക്ട്രിക് ഫീൽഡ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്ന വേരിയബിളിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ഒരു ചേഞ്ചിങ് വേരിയബിൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് അവനെ എന്ത് ചെയ്യാനേ പറ്റില്ല? അവനെ പിടിച്ചിട്ട് എനിക്ക് ഒരിക്കലും ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്റഗ്രലിന്റെ വെളിയിലേക്ക് അവനെ പിടിച്ചിടാൻ പോവാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു?
ഇലക്ട്രിക് ഫീൽഡ് വെളിയിൽ വന്നു, ഇന്റഗ്രൽ ഡി എസ് ഉള്ളിൽ വന്നു, പിന്നെന്താണ് യെസ് ക്യൂ ബൈ എപ്സിലോൺ 0 നമ്മൾ അതേപോലെ എഴുതി വെച്ചു, വേറെ പണിയൊന്നുമില്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, ഈ ഇന്റഗ്രൽ ഡി എസിനെ എനിക്ക് മാറ്റണം, അതുപോലെ തന്നെ ഈ ക്യൂവിനെയും എനിക്ക് മാറ്റണം. ഇത് നമ്മൾ എല്ലാ ഡെറിവേഷൻ തന്നെ ചെയ്യാം. ഇന്റഗ്രൽ ഡി എസിനെ മാറ്റാം, ക്യൂവിനെ മാറ്റാം, ഇന്റഗ്രൽ ഡി എസിനെ മാറ്റാം, ക്യൂവിനെ മാറ്റാം. അപ്പോൾ ഇന്റഗ്രൽ ഡി എസ് മാറ്റുമ്പോൾ ഇന്റഗ്രൽ ഡി എസിന് പകരക്കാരൻ ആരാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇവിടുത്തെ സർഫസ് ഏരിയ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഏത് സർഫസ് ഏരിയ എടുക്കണം ആലോചിച്ച് നോക്ക്. ചാർജ് എവിടെ എൻക്ലോസ് ചെയ്തിട്ടുള്ളത്? ചാർജ് എവിടെ എൻക്ലോസ് ചെയ്തിട്ടുള്ളത്? ഇവിടെയാണ്. നമുക്ക് വേണ്ടത് അതല്ല, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഏതാണ്? അത് ഈ ഗോസിയൻ സർഫസ് ആണ്. അപ്പോൾ ഇതിന്റെ ഏരിയ വേണം പറയാൻ. നമുക്കറിയാം ഒരു സ്ഫെറിക്കൽ ഷെൽ ആയതുകൊണ്ട് എന്താണ് 4πr². ഇവിടുത്തെ റേഡിയസ് കുഞ്ഞാറായതുകൊണ്ട് 4π കുഞ്ഞാർ² എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ ഡി എസ് കിട്ടി. ഇനി എനിക്ക് ക്യൂവിനെ മാറ്റണ്ടേ? ക്യൂവിനെ മാറ്റാൻ വേണ്ടി ഞാൻ ആദ്യം നോക്കേണ്ട സാധനം സിഗ്മ എന്താണെന്ന് അറിയണം. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് കേട്ടോ. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുള്ള സർഫസിന്റെ ഏരിയ ആണ്. അതെന്താണ് വരിക പറഞ്ഞേ? സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4π ക്യാപിറ്റൽ R² വരും. 4π ക്യാപിറ്റൽ R². ഇതിനകത്ത് നിന്ന് ക്യൂവിനെയാണല്ലോ ഇവനെയാണല്ലോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 4πr² ഞാൻ എന്ത് ചെയ്യാണ്? നേരെ ഈ സിഗ്മയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? എനിക്ക് ഫൈനലി ക്യൂ എന്താണെന്ന് കിട്ടും. ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ R² എന്ന് കിട്ടി. ഓക്കെ, അത് രണ്ടും ഞാൻ പിടിച്ച് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഞാനൊരു ബ്യൂട്ടിഫുൾ ബോക്സിൽ അങ്ങോട്ട് ഇട്ട് വെച്ചു, ഇവനെയും ഇവനെയും. ഇനി ഞാൻ എന്ത് ചെയ്യും മക്കളെ? ഈ പെട്ടിയിലുള്ള 2 ആൾക്കാർ എടുത്തിട്ട് ഇതാ ഇവിടെയും ഇവിടെയും ഞാൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ പരിപാടി ഏകദേശം കംപ്ലീറ്റ്. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക നോക്കാം നമുക്ക്. റീപ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുക? നമുക്കൊരു ഫ്രഷ് പേജിൽ എഴുതാം. പറഞ്ഞു റീപ്ലേസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ളത് എന്താണ്? ഓൾറെഡി എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇന്റഗ്രൽ ഡി എസിന് പകരം ഞാൻ എന്താണ് കൊടുക്കേണ്ടത് നോക്കുക? 4π കുഞ്ഞ് R² എന്നാണ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എന്ത് കൊടുത്തു? ഇലക്ട്രിക് ഫീൽഡിന്റെ 4π കുഞ്ഞ് R² ഈസ് ഈക്വൽ ടു ക്യൂ എന്ന ചാർജിന് പകരം എന്ത് വേണം കൊടുക്കാൻ? ഈ സിഗ്മ 4π ക്യാപിറ്റൽ R² വേണം കൊടുക്കാൻ. അപ്പോൾ ഞാൻ അതും എടുത്ത് കൊടുത്തു. അപ്പോൾ എന്താ കിട്ടിയത്? സിഗ്മ 4π ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ താഴെ ഒരു എപ്സിലോൺ 0 ഉണ്ട്. ഇനി വെട്ടാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് വെട്ടിയേ. വെട്ടാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നമുക്ക് വെട്ടാലോ. വെട്ടി ആരൊക്കെ വെട്ടാം? 4π വെട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. ഈ ഒരു R² ഞാൻ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ അവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഒറ്റക്കായില്ലേ? അപ്പോൾ കിട്ടി. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ എന്താ കിട്ടിയത്? E ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ സ്മോൾ R². പരിപാടി ഇതാണ് എവിടുത്തെ ഇക്വേഷൻ മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ്. എവിടെ? ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദി സ്ഫിയർ. നമ്മളെടുത്ത യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള തിൻ സ്ഫെറിക്കൽ ഷെല്ലിന്റെ പുറത്ത് ഏത് പോയിന്റ് പി എടുത്താലും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. സിഗ്മ ബൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ R² ബൈ സ്മോൾ R². ഇനി ആ ഒരു പോയിന്റ് പിയിലാണ് എടുക്കുന്നതെങ്കിലോ ദാ ഇവിടെ പോയിന്റ് പി മാറി. ഇപ്പൊ ഈ സർഫസിലാണ് ഞാൻ പോയിന്റ് പി എടുക്കുന്നതെങ്കിലോ അതെങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നോക്കുമ്പോൾ മക്കൾ ഈ കുഞ്ഞാറും ഇവിടെയാണ് വരുന്നതെങ്കിൽ ഈ കുഞ്ഞാർ എന്തിനോട് ഈക്വൽ ആവും? ഈ ക്യാപിറ്റൽ ആറിനോട് ഈക്വൽ ആവില്ലേ? രണ്ടും നമ്മുടെ യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയറിന്റെ റേഡിയസ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനകത്ത് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. എന്താ? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സാധനം സിഗ്മ ബൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ R ബൈ സ്മോൾ R ആണ്. പക്ഷേ ആ ഒരു കേസിൽ എന്ത് വരും? സ്മോൾ ആറും ക്യാപിറ്റൽ R സെയിം ആവുമ്പോൾ രണ്ടും കൂടി വെട്ടിപ്പോവും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് മാത്രം ചെയ്താൽ മതി. സിഗ്മ ബൈ എപ്സിലോൺ 0. ഇതെപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി സർഫസ് ഓഫ് ദ സ്ഫിയർ കേട്ടോ. ഓൺ ദി സർഫസ് ഓഫ് ദി സ്ഫിയർ. ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാലേ മാർക്ക് കിട്ടുള്ളേ. സർഫസ് ഓഫ് ദി സ്ഫിയർ. ഇനി ഫൈനലി നമുക്ക് എവിടെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട് മക്കളേതാ? ഞാൻ ഈ ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഉള്ളിലൊരു പോയിന്റ് പി എടുത്തു. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഷെല്ലിന്റെ പുറത്ത് മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ, യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ളൂ. അകത്ത് ചാർജ് ഉണ്ടോ? ഇല്ല. അകത്ത് ക്യൂ എന്ന് പറയുന്ന സാധനം എന്താണ്? ക്യൂ 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതി വെക്കാം? നേരെ എഴുതി കൊടുക്കാം. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. ഇതെവിടുത്തെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്? യെസ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി സ്ഫിയർ. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രയും നിങ്ങൾ നല്ല വൃത്തിക്ക് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു ചോദ്യത്തിനുള്ള സിമ്പിൾ മാർക്ക് നിങ്ങളുടെ കയ്യിൽ പുട്ടുപോലെ ഇരിക്കും. സെറ്റാണല്ലോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഈ ചിത്രം വരച്ച് ഇത്രയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ ഇൻഫിനിറ്റ് വയർ. ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള എവിടെയെങ്കിലും അറ്റവും മൂലം മുറിഞ്ഞു പോയി ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുമോ ഇത്രയല്ലേ ഉള്ളൂ? പക്ഷെ ഇത്രയല്ല. ഇതങ്ങ് ഇൻഫിനിറ്റ് ആണ്. അതുപോലെ എന്താണ്? യൂണിഫോംലി ചാർജ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചാർജ് വരച്ചു കൊടുക്കാം.
ഇതിങ്ങനെ യൂണിഫോംലി ഇതിങ്ങനെ ചാർജഡ് ആണ് കേട്ടോ. ഒരു തിൻ വയറും കൂടിയാണ്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വയറിൻ്റെ സെൻറ്ററിൽ നിന്ന് എവിടെയെങ്കിലും ഒരു പോയിന്റ് നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു ഡിസ്റ്റൻസ് അപ്പുറം, ഒരു ഡിസ്റ്റൻസ് എത്രയാണ് സാർ ആ ഡിസ്റ്റൻസ് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഇതാ ഇത്ര. ഇവിടുന്ന് ഞാൻ ഈ ഒരു ഡിസ്റ്റൻസ് അകലെയായിട്ട് ഞാൻ ആ ഒരു ഡിസ്റ്റൻസിന് ഞാൻ 6 എന്ന് വിളിച്ചു. അപ്പോൾ ഒരു 6 ഡിസ്റ്റൻസ് അകലെ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് എന്തെടുത്തു, ഒരു പോയിന്റ് പി എടുത്തു. ആ കളർ സൂട്ടബിൾ അല്ല, നമുക്ക് വേറെ കളർ പിടിക്കാം. യെസ്. അപ്പോൾ അതാ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ഞാൻ എന്തെടുക്കുകയാണ്, ഒരു പോയിന്റ് പി എടുക്കുകയാണ്. അപ്പോൾ ആ പോയിന്റ് പി എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ എടുത്തിട്ടുള്ള ഗോസിയൻ സർഫസ് ആണ് ഈ സിലിണ്ടർ കേട്ടോ. അല്ല സിലിണ്ടറിന്റെ പുറത്തുകൊണ്ട് എടുത്തു എന്നല്ല, ആദ്യം ഈ വയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഒരു 6 ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് പി എടുത്തു. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പോയിന്റ് പി എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്ത് കൊണ്ടുവന്ന് വെച്ചു, ഒരു ഗോസിയൻ സർഫസ് ഞാൻ കൊണ്ടുവന്ന് വെച്ചു. അതാണ് നടന്ന സംഭവം, അല്ലാതെ നേരെ തിരിച്ച് വിചാരിക്കരുത് കേട്ടോ. ഇനി അവിടുത്തെ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിടാൻ തീരുമാനിച്ചു. എനിക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്, ഇതിൻ്റെ ലെങ്ത് എനിക്കറിയാം. ഈ സിലിണ്ടറിൻ്റെ ലെങ്ത് എല്ലാണെന്ന് എനിക്കറിയാം. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സാധനം എപ്പോഴും സെയിം ആണ്. എന്താണ്, യെസ്, phi is equal to integral E ds. എന്താണ് സാർ കോസ് തീറ്റ വേണ്ട. ഈ 3 ആപ്ലിക്കേഷനും തീറ്റ എന്ന് പറയുന്ന സാധനം 0 ആണ്. അപ്പോൾ കോസ് തീറ്റ 1 ആവും. അപ്പോൾ നമ്മൾ എന്ത് മാത്രം എഴുതിയാൽ മതി, ഇന്റഗ്രൽ ഇ ഡി എസ് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കാനില്ല കേട്ടോ. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, യെസ്, phi is equal to q by epsilon 0. ആദ്യം ചെയ്ത് അതേ പരിപാടി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണ്, നമുക്ക് എഴുതാം. അപ്പോൾ എന്താ കിട്ടുക, ഇന്റഗ്രൽ ഇ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇലക്ട്രിക് ഫീൽഡിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. എന്ത് ചെയ്യണം, പിടിച്ച് വെളിയിലിടണം. ആരുടെ, ഇന്റഗ്രലിന്റെ വെളിയിലേക്ക് ഇട്ടു. അപ്പോൾ എന്ത് കിട്ടി, ഇലക്ട്രിക് ഫീൽഡ് വെളിയിൽ വന്നു. ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ആരെയൊക്കെ മാറ്റണം, ഇനിയിപ്പോൾ ആരെയൊക്കെ മാറ്റണം നമുക്കറിയാം. ഒന്ന് ഇന്റഗ്രൽ ഡി എസിനെ മാറ്റണം, 2 ഈ ക്യൂവിനെയും മാറ്റണം. രണ്ടാളെയും ചേഞ്ച് ചെയ്യണം. അപ്പോൾ മാറ്റിക്കോ. ആരാണ് ഇന്റഗ്രൽ ഡി എസ്, ആദ്യം പറഞ്ഞു ഇന്റഗ്രൽ ഡി എസ് ആരാ. ഇവിടെ നോക്കുമ്പോൾ ഇതൊരു സിലിണ്ടർ ആണ്. അപ്പോൾ സിലിണ്ടറിന്റെ ടോട്ടൽ ഏരിയ എടുക്കേണ്ടേ സാർ, വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവന്റെ ഏരിയ വെക്ടർ മുകളിലേക്കും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇങ്ങോട്ടേക്കാണ്. ഇൻ ബിറ്റ്വീൻ ആംഗിൾ എന്താണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 90 വരുമ്പോൾ എന്താ, 0. അപ്പോൾ ഈ ഒരു മുകളിലത്തെ സർഫസിലും അതുപോലെ താഴെയും എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അങ്ങോട്ടും ഏരിയ വെക്ടർ താഴേക്കുമാണ്. അപ്പോൾ അവിടെയും വരുന്നത് 90 ഡിഗ്രി. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ മുകളിലും താഴെ നമുക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല, ആ പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് യാതൊരു കോൺട്രിബ്യൂഷനും ഈ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ മുകളിൽ താഴത്തെ ഏരിയ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല, യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് ഈ ഒരു കർവ്ഡ് സർഫസിന്റെ മാത്രം ഏരിയ നമ്മൾ പരിഗണിക്കാൻ പോവാണ്. ആ കർവ്ഡ് സർഫസിന്റെ ഏരിയ വേറെ ഒന്നുമല്ല മക്കളെ, 2πRL പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി എടുത്താലേ പറ്റില്ല, ക്യൂ അല്ലേ. ക്യൂ മാറ്റണമെങ്കിൽ നമ്മളിവിടെ ലാംഡ എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടണം. നേരത്തെ ആരെ പരിചയപ്പെട്ട സിഗ്മ, അത് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇതാരാണ് ലാംഡ, ഇത് ഇവനെ വിളിക്കും ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ക്യൂ ബൈ എൽ. സർഫസ് ചാർജ് ഡെൻസിറ്റി വരുമ്പോൾ ക്യൂ ബൈ എ, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ വരുമ്പോൾ ക്യൂ ബൈ എൽ. സിമ്പിൾ ആണ്. ഇതിനകത്ത് ക്യൂ എൽ കണ്ടുപിടിക്കേണ്ട. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് കിട്ടി, ലാംഡ ഇൻറ്റു എൽ. അപ്പോൾ ഇവന്മാർ രണ്ടുപേരെയും കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, യെസ്, ഒരു ബോക്സിൽ പിടിച്ചിടാം. എന്നിട്ടോ ഇവന്മാർ രണ്ടുപേരെയുമാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരെ എടുത്ത് റീപ്ലേസ് ചെയ്തോ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, എന്താ കിട്ടുക പറഞ്ഞോ. ഈ അതേപോലെ കൊടുത്തു ഇന്റഗ്രൽ ഡി എസിന് പകരം 2πRL കൊടുക്കാം. 2πRL ഓക്കെ കൊടുത്തു. ഇനി ക്യൂവിന് വരെ എന്തെടുത്ത് കൊടുക്കണം, ഈ ലാംഡ എൽ എടുത്ത് ഇവിടെ കൊടുത്തേ. അപ്പോൾ ഞാൻ കൊടുത്തു എന്ത്, ലാംഡ എൽ കൊടുത്തു. താഴെ ആര് വന്നു, എപ്സിലോൺ 0 വന്നു. ആരെയൊക്കെ വെട്ടിക്കളയാന്ന് പറഞ്ഞേ, ആരാ നമുക്കിവിടെ വെട്ടിക്കളയാൻ പറ്റുക, എല്ലും വെട്ടിക്കളഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 2πRനെ ഞാൻ നൈസായിട്ട് താഴേക്ക് ഇറക്കി. അപ്പോൾ എനിക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒറ്റക്കായില്ലേ, മതി. അപ്പോൾ എനിക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി. എന്താണ് കിട്ടുക, യെസ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πR എപ്സിലോൺ 0. ഓക്കെ ആയി. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ സാർ, ഇല്ല. പിടിച്ച് പെട്ടിയിലിട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. ഈ ബോക്സ് വേണ്ട, നമുക്ക് വേറെ നല്ല ബോക്സ് പിടിക്കാമല്ലോ. യെസ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ബോക്സ് വരട്ടെ. അതും അങ്ങനെ ശരിയായിട്ടില്ല. ഓക്കെ സെറ്റ്. അപ്പോൾ ഇത്രയും പരിപാടിയെ നിങ്ങൾ ഇവിടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ ചെയ്യാനുള്ളൂ. ക്ലിയർ ആണല്ലോ, നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന കാര്യം ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഫൈനലി മൂന്നാമത്തെ ഒറ്റ ആപ്ലിക്കേഷൻ കൂടിയുള്ളൂ, അതുകൂടെ പഠിച്ചാൽ പരിപാടി സെറ്റാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മക്കളെ, ഇവിടെ എന്താണ്, ഇതൊരു ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇൻഫിനിറ്റ്ലി യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലെയിൻ ഷീറ്റ് മൂലം അങ്ങ് ദൂരെ ഈ പ്ലെയിൻ ഷീറ്റ്, അപ്പോൾ ഇതിന് എനിക്കൊന്ന് ചാർജ് കൊടുക്കണമല്ലോ. ഞാൻ ഇതിന് ആദ്യം ചാർജ് കൊടുക്കട്ടെ, യൂണിഫോംലി ചാർജ്ഡ് ആക്കട്ടെ. എവിടെ ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ യൂണിഫോംലി ചാർജ്ഡ് ആക്കാൻ പോവാണ്. ചാർജ് നിറയട്ടെ. ഓക്കെ. അപ്പോൾ അതാ മക്കളതാ ചാർജ് എല്ലായിടത്തും നിറഞ്ഞിട്ടുണ്ട്.
ചാർജ് ഇപ്പോൾ എല്ലായിടത്തും നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ ഒരു സ്ഫെറിക്കൽ അല്ല, ഈ ഒരു പ്ലെയിൻ ഷീറ്റ് മൂലം എവിടുത്തെ പോയിന്റ് ആണ്? ഇങ്ങ് ദൂരെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് പി എടുത്തു. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിക്കാം? എനിക്ക് വേണമെങ്കിൽ ആറെന്നൊക്കെ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പോയിന്റിലെ പി ആണ്, ആ പോയിന്റ് ഞാൻ പി എന്ന് വിളിച്ചു. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ആ കണ്ടുപിടിക്കേണ്ട പോയിന്റിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ എന്ത് വേണം? ഒരു ഗോസിയൻ സർഫസ് എനിക്ക് വേണം. ആ ഗോസിയൻ സർഫസ് എനിക്ക് ഒരു പ്ലെയിൻ ഷീറ്റിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ എന്താ കൊണ്ടുവരാൻ പറ്റുക? സ്ഫെറിക്കൽ ഷേപ്പിനെ ഒരു സ്ഫിയറിനെ എൻക്ലോസ് ചെയ്യാൻ മറ്റൊരു സ്ഫിയർ വന്നു. നേരത്തെ നമ്മൾ ചെയ്ത ഒരു ഇൻഫിനിറ്റ് വയറിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരു സിലിണ്ടർ വെച്ചു. ഇതിനിപ്പോൾ എന്താ വെക്കാൻ പറ്റും നമുക്ക്? നമ്മളൊന്നുമില്ല, നമ്മളൊരു കുടിക്കുന്ന സ്ട്രോ ഇല്ല, ആ സ്ട്രോ എടുത്തിട്ട് അതിൻ്റെ നടുക്കെ കൂടി ഇങ്ങനെ തോട്ടാക്കി കൊടുത്തു വിചാരിക്കുക. എന്നിട്ട് ആ ഒരു പോയിന്റ് പീൽ കൊണ്ട് മുട്ടിച്ച് വെച്ചു. അതാണ് നിങ്ങൾ ഈ കാണുന്ന പരിപാടി കേട്ടോ. ഒരു പ്ലെയിൻ ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ സ്ട്രോ ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് ആ പോയിന്റ് പീൽ ഇപ്പോൾ കൊണ്ടുവന്ന് മുട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. ഇനി നോക്കേണ്ട കാര്യം, നേരെ നമ്മൾ ഡെറിവേഷനിലേക്ക് പോകാം. വേറെ ഒന്നും ചെയ്യാനില്ല. എന്താണ്? യെസ്, മഷി മാറ്റിയില്ലേ ഞാൻ? കളയാം. അപ്പൊ പറഞ്ഞോ മക്കളെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? φ = ഇന്റഗ്രൽ EdS. വേറെ ഒന്നുമില്ല, ഇവിടെയും തീറ്റ എന്താണ്? 0 ആണ്. അപ്പൊ കോസ് തീറ്റ 1 ആണ്. അപ്പൊ എഴുതേണ്ട ആവശ്യമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? φ = Q/ε0. അടുത്ത എന്താ? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതാം. 4 സ്റ്റെപ്പ് സെയിം തന്നെ വരും. അപ്പൊ എന്താ ഉള്ളത്? യെസ്, ഇന്റഗ്രൽ EdS = Q/ε0. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ഇലക്ട്രിക് ഫീൽഡിനെ വിളിച്ച് ഇന്റഗ്രലിന്റെ വെളിയിലേക്ക് ഇടുക. സെയിം പരിപാടി. ഒരു വട്ടം പഠിച്ചാൽ പിന്നെ നമ്മൾ മറക്കില്ല. ഇതാ Q/ε0. അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത നമുക്കറിയാം എന്താണ്? ഇന്റഗ്രൽ DS മാറ്റണം, ഈ ക്യൂവിനെയും ചേഞ്ച് ചെയ്യണം. അതിൽ അടുത്ത പരിപാടി ചേഞ്ച് ചെയ്തോ. അപ്പൊ ഇന്റഗ്രൽ DS ആരാ നോക്ക്. ഈ ഒരു ചെറിയ ഏരിയയും ഇവിടുത്തെ ഒരു ചെറിയ ഏരിയ മാത്രമേ നമുക്ക് ഇവിടെ പരിഗണിക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ഏരിയ വെക്ടർ മുകളിലേക്ക്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അങ്ങോട്ടേക്ക്, ഇൻ ബിറ്റ്വീൻ എന്താണ്? 90 ഡിഗ്രിയാണ്. നേരത്തെ എടുത്ത സിലിണ്ടറിന്റെ വായു ഭാഗം, മുകളിലത്തെ 2 ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് കർവ്ഡ് സർഫസ് മാത്രമേ എടുത്തത്. മറിച്ച് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കർവ്ഡ് സർഫസ് മൊത്തം ഒഴിവാക്കി. എന്ത് മാത്രമേ ഉള്ളൂ? അതിന്റെ 2 വായു ഭാഗം മാത്രമേ ഈ പോയിന്റ് പിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തറിയാം? ഇവിടെയും അങ്ങനെയാണ് നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അങ്ങോട്ടും ഏരിയ വെക്ടർ മുകളിലേക്കും, ഇൻ ബിറ്റ്വീൻ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് എന്താ? ഇവിടെ cos 90 0 ആവും. നോ കോൺട്രിബ്യൂഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ നമ്മളൊന്നും ചെയ്യാനില്ല ആ ഒരു ഏരിയ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ? ഈ ഒരു കുഞ്ഞു വാവട്ടത്തിൻ്റെ ഏരിയ ഞാൻ വിളിച്ചു DS. എന്താ വിളിച്ചത്? DS. ഇവിടുത്തെ ഏരിയനെ ഞാൻ എന്ത് വിളിച്ചു? DS എന്ന് വിളിച്ചു. അപ്പോൾ DS-ഉം DS-ഉം കൂടെ എത്രയാണ്? 2DS. പരിപാടി സിമ്പിൾ. 2DS കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ? ക്യൂവിനല്ലേ മാറ്റേണ്ടത്. ഇവിടെയും നമ്മൾ സിഗ്മാനെ കൊണ്ടുവന്നത്. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? Q/A ആണ്. A എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരൊറ്റ ഏരിയ എന്താണ്? Q/DS അല്ലേ? DS ആണ്. അപ്പോൾ Q എന്താണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? Q = എന്നിട്ട് DS-നെ നൈസായിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താ കിട്ടുക? യെസ്, സിഗ്മ × DS എന്ന് കിട്ടും. നമ്മൾ നേരെ പിടിച്ച് എന്ത് ചെയ്യുന്നു? പെട്ടിയിലിട്ട് കൊടുത്തു. ഇനി ഇവന്മാരെ രണ്ടുപേരും കൂടെ പിടിച്ച് നമ്മൾ എവിടെ കൊടുക്കും? ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അതാണ് അടുത്ത സ്റ്റെപ്പ്. പറഞ്ഞു. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? യെസ്, പറഞ്ഞോ. ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടില്ല, ഈക്വൽ ടു അല്ല, ഇന്റഗ്രൽ DS-ന് പകരം 2DS കൊടുത്തേ. E × 2DS = Q-ന് പകരം സിഗ്മ DS കൊടുത്തു. സിഗ്മ DS/ε0. എന്തിനൊക്കെ വെട്ടിക്കളയാം? ഈ DS-ഉം വെട്ടിപ്പോയി. പിന്നെ എന്തേ ഉള്ളൂ? ഇവിടെ ഒരു പാവൻ 2 ഉണ്ട്. ഈ 2-നെ ഞാൻ നൈസായിട്ട് താഴേക്ക് കൊണ്ടുപോയി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഈക്വൽ ടു അപ്പുറം താഴേക്ക് പോകും. അപ്പോൾ നേരെ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എടുത്ത് എഴുതി വെക്കാലോ. യെസ്, ഫൈനൽ ഇക്വേഷൻ കിട്ടി. എന്താണ്? E = σ/2ε0. σ/2ε0. നമുക്ക് പിടിച്ചൊരു അടിപൊളി ബോക്സിൽ ഇട്ട് കൊടുക്കാലോ. യെസ്, അപ്പോൾ ഫൈനൽ എക്സ്പ്രഷൻ ആയി E = σ/2ε0. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗോസസ് ലോ പഠിച്ചു. എന്താണ് അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു. 2 ഇക്വേഷൻ പഠിച്ചു ഫ്ലക്സ് കണ്ടുപിടിക്കാൻ. ഒന്ന് ഗോസസ് ലോ പഠിച്ചു, ഒന്ന് അല്ലാതെയുള്ളത് നമ്മൾ പഠിച്ചു. അതിൻ്റെ തിയറം, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസും അതിൻ്റെ ഡെറിവേഷൻസും പഠിച്ചു. ഫുള്ള് സെറ്റായി. ഇത് എങ്ങനെ പോയാലും ഒരു 4 to 5 അല്ലെങ്കിൽ ഒരു 3 മാർക്കിന് എങ്ങനെയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ആരും ഇത് പഠിക്കാതെ പോകരുത്. ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി. ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ എല്ലാവരും അറിയിക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ടൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നുണ്ടാകും. അപ്പോൾ അതുവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ടാറ്റ, ബൈ.